ഹായ് ഓൾ 2-3 ലൈൻസ് ഓഫ് പൈത്തൺ കോഡ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു വിഷ്വലൈസേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആവശ്യമുള്ള ലൈബ്രറികൾ ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ഇമ്പോർട്ട് എന്ന കീവേഡ് യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യുന്നത്. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സീബോൺ എന്ന് പറയുന്ന ലൈബ്രറിയാണ്. അതിനെ നമ്മൾ വേറൊരു നെയിം ഇട്ട് വിളിക്കുന്നുണ്ട്. ആ നെയിം ഇട്ട് വിളിക്കാൻ വേണ്ടിയിട്ടാണ് ആസ് എന്ന കീവേഡ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റൈൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമ്മൾ ആ SNS എന്ന് പറയുന്ന അലൈസ് നെയിം യൂസ് ചെയ്തുകൊണ്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റൈൽ സെറ്റ് ചെയ്യുകയാണ്. നമ്മുടെ വിഷ്വലൈസേഷൻ്റെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ അഗെയിൻ നമുക്ക് ആവശ്യമുള്ള ഡേറ്റ സെറ്റ് നമുക്ക് ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ടിപ്സ് എന്ന് പറയുന്ന ഒരു ഡാറ്റ സെറ്റാണ്. അത് സീബോൺ ലൈബ്രറിയിൽ ഓൾറെഡി ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റ സെറ്റ് തന്നെയാണ്. ആ ഡാറ്റ സെറ്റ് ടിപ്സ് SNS എന്ന് പറയുന്ന അലൈസ് നെയിം യൂസ് ചെയ്തുകൊണ്ട് ഡാറ്റ സെറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ടിപ്സ് ലോഡ് ചെയ്യുന്നത്. ദെൻ നമ്മൾ സിംപ്ലോട്ട് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ വിഷ്വലൈസേഷൻ ഡിസ്പ്ലേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഞാൻ ടാബ് കൊടുത്തത് കൊണ്ട് തന്നെ ഡീഫോൾട്ടായിട്ട് കുറേ പാരാമീറ്റേഴ്സ് ആഡ് ആയിട്ടുണ്ട്. സ്മോക്കർ അങ്ങനെയുള്ള പാരാമീറ്റേഴ്സ്, ഹ്യൂജും സ്റ്റൈലും ഒക്കെ ആഡ് ആയിട്ടുണ്ട്. അതൊന്നും നമുക്ക് വേണ്ട പാരാമീറ്റേഴ്സ് ആയിട്ട് നമുക്കൊന്ന് ചേഞ്ച് ചെയ്യണം. നമ്മളിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് X ആക്സിസിൽ ടോട്ടൽ ബില്ലും Y ആക്സിസിൽ നമ്പർ ഓഫ് ഡേയ്സും, ഏതെല്ലാം ദിവസങ്ങളിലാണ് ഫുഡ് കഴിച്ചത്, ജെൻഡർ വൈസ് ഫുഡ് കഴിച്ചത് എന്നുള്ള ഒരു വിഷ്വലൈസേഷൻ ആണ് നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ Y ആക്സിസിൽ നമുക്ക് ഡേ എന്ന് കൊടുക്കണം. ദെൻ നമ്മുടെ ടിപ്സ് എന്ന് പറയുന്ന ഡാറ്റ സെറ്റ് യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ വിഷ്വലൈസേഷൻ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ പ്ലേ ബട്ടണിൽ പ്ലേ ചെയ്യുന്നുണ്ട്. ഈ കിട്ടിയിരിക്കുന്നതാണ് നമ്മുടെ റിസൾട്ട്. ഇതിൽ ജെൻഡർ വൈസ് ഫീമെയിൽ റെപ്രസെന്റ് ചെയ്യുന്ന റെഡ് കളർ സർക്കിളും ബ്ലൂ കളർ സർക്കിൾ റെപ്രസെന്റ് ചെയ്യുന്നത് മെയിലുമാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായി പേജ് ഫോളോ ചെയ്യുക. ദിസ് ഈസ് ലതാ തമ്പി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഫ്റ്റ്വെയർ, സൈനിങ് ഓഫ്.